ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. 2025 ജനുവരി 1. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. ജനുവരി മാസം എന്ന് പറയുന്നത് പച്ചക്കറി കൃഷി തുടങ്ങാൻ നല്ല സമയമാണ്. അപ്പോൾ ഒരു നല്ല തുടക്കം എന്ന രീതിയിൽ 2025 ജനുവരി മുതൽ നമുക്ക് കുറച്ച് പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയാലോ? എങ്ങനെയുണ്ട്? നല്ല തീരുമാനമല്ലേ? ജനുവരി മാസം ഏതൊക്കെ പച്ചക്കറി ചെടികൾ നട്ടുപിടിപ്പിക്കാം, ഏതൊക്കെയാണ് നന്നായി വളരുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പല ഇനം വഴുതനകളുണ്ട്. പച്ച വഴുതന, ഉണ്ട വഴുതന, വയലറ്റ് വഴുതന, അതുപോലെ മാലാഖ വഴുതന, അങ്ങനെ പല ഇനങ്ങൾ. എല്ലാ ഇനം വഴുതനയും നട്ടു വളർത്താൻ പറ്റിയ സമയമാണ് ജനുവരി. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വഴുതന വളർത്തുന്നതെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും ഈ സമയത്ത് വഴുതന നടാതിരിക്കരുത്. പറ്റുന്നവരെല്ലാം ഒരു 2 ചുവടെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അവരൊരു 3-4 വർഷക്കാലം വരെ വിളവ് തരുന്നതാണ്. അപ്പം കാര്യമായ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ കീടങ്ങൾ പിടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാ കാലത്തും നല്ല വിളവ് തരുന്നതാണ്. എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്നതാണ് വെണ്ട. നല്ല വളക്കൂറുള്ള മണ്ണിലാണ് വെണ്ട നന്നായിട്ട് വിളവ് തരുന്നത്. ഇപ്പം നമുക്കിവിടെ ഉള്ളതെന്ന് പറയുന്നത് ഈ ചുമല വെണ്ട, അതുപോലെ ഇത് സാധാരണ പച്ച വെണ്ടയാണേ. ഇപ്പോൾ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകൾ കിട്ടാനില്ല. ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട പാകമായി പൊട്ടി തുറന്നിരിക്കുക, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ അയച്ചു തരും. അപ്പം ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ കാണുന്നില്ല, അയച്ചു തരാൻ താമസിക്കുന്നു എന്നൊക്കെ. അപ്പം നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് വരുന്നതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും വന്നിട്ടുള്ള മെസ്സേജുകളുണ്ടെങ്കിൽ മിനിഞ്ഞാന്നത്തെ മെസ്സേജിനാണ് നമ്മൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. എല്ലാവർക്കും വിത്തുകൾ തരും, ആരും പേടിക്കണ്ട. താമസം വന്നാലും കിട്ടും. വഴുതനയുള്ളത് ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഈ വയലറ്റ് വഴുതനയും മാലാഖ വഴുതനയുമാണ്. ഉണ്ട വഴുതനകൾ ആവശ്യമായിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ചീരയുടെ വിത്തുകൾ പാകി വയ്ക്കാനും പാകി മുളച്ചത് മാറ്റി നടാനും ഒക്കെ പറ്റിയ സമയമാണ്. മഴക്കാലത്താണ് നമ്മൾ ചീര നടുന്നതെങ്കിൽ പെട്ടെന്ന് അതിൽ ഇലപ്പുള്ളി രോഗവും അതുപോലെ മറ്റ് കീടങ്ങളുടെ ശല്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ ജനുവരി മാസം കാര്യമായ മഴയൊന്നും വരേണ്ട സമയമല്ല. പക്ഷേ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാലാവസ്ഥയുടെയൊക്കെ കാര്യങ്ങൾ. ന്യൂനമർദ്ദങ്ങളൊക്കെ വന്നിട്ട് മഴയും മഴക്കാലവും ഒക്കെ സംഭവിച്ചേക്കാം. അങ്ങനെയൊന്നും വരുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളൊരു സമയമാണ് ജനുവരിയിൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ചീര നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല ഇനം ചുവന്ന ചീരയുടെ വിത്തുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാകി വെക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മുളച്ച് കിട്ടും. നല്ല കളറുള്ള നല്ല വലിപ്പമുള്ള ഇലകളുള്ള ചീരയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടേക്കണം. അപ്പം ഞാൻ ഇത് പാകി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു പാത്രം. ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പോട്ടിംഗ് മിക്സിനകത്തേക്ക് ആദ്യം കുറച്ച് വെള്ളം തളിച്ചു വെക്കുവാണേ. നന്നായിട്ട് നമ്മൾ ഈ മണ്ണിനെ ഒന്ന് നനച്ചെടുക്കണം, കണ്ടോ? ഇതേപോലെ വെള്ളം നനച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചീരയുടെ വിത്തുകളെ ഇതിനകത്തേക്ക് വെറുതെ പാകി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെക്കുവാണെങ്കിൽ ഈ ഉറുമ്പിൻ്റെ ശല്യവും വരത്തില്ല. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെ വളരെ കനം കുറഞ്ഞ അളവിൽ ഒന്ന് തൂകി കൊടുക്കും, കണ്ടോ? ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ വെള്ളം തളിക്കുകയാണെങ്കിൽ തന്നെ കൈകൊണ്ട് തളിച്ചു കൊടുക്കുകയോ സ്പ്രെയർ ഉപയോഗിച്ച് തളിക്കുകയോ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. പാവൽ, പടവലം, മത്ത, കുമ്പളം, വെള്ളരി പോലെയുള്ളവയെല്ലാം വളർത്താൻ പറ്റിയ സമയമാണ് ജനുവരി. അതിൻ്റെ എല്ലാം തന്നെ വിത്തുകൾ നമുക്കിവിടെയുണ്ട്. ഇത് പീച്ചിലാണ്, ഇത് പാവലാണ്, ഇത് നല്ല സാധാരണ ഇനം മത്തയാണ്, അതുപോലെ ഇത് ചുരയ്ക്ക, ഇത് പടവലം ഒക്കെ ഉണ്ട്. ഇവരെല്ലാം തന്നെ ഞാൻ കിളുക്കുവോ എന്നുള്ളത് നോക്കിയിട്ടുള്ളതാണേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് നനവുള്ള തുണിയിൽ കെട്ടി വയ്ക്കുവാണ് ചെയ്യുന്നത്, കണ്ടോ? ഈ പാകത്തിന് മുളച്ച് കഴിയുമ്പം ഇതേപോലെയുള്ള സീഡ്ലിംഗ് ട്രേയിലേക്ക് മാറ്റി മുളച്ച ഒരു ഇച്ചിരി കൂടെ ഒരു 2 ഇല അല്ലെങ്കിൽ 4 ഇല പരുവം എത്തിയതിന് ശേഷം മാറ്റി നടുകയാണെങ്കിൽ ഒരു വിത്ത് പോലും നമുക്ക് നഷ്ടപ്പെടാതെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ മുളകുകളും കാപ്സിക്കവും ഒക്കെ വളർത്താൻ പറ്റിയ സമയമാണ് ജനുവരി മാസം. അപ്പോൾ നമ്മൾ മിക്കവാറും ഉള്ള എല്ലാ ഇനം മുളകുകളുടെ വിത്തുകളും നമുക്കുണ്ട്. അപ്പോൾ ഇത്
നീളൻ മുളകാണ്, ഇതതുപോലെ ഉണ്ടമുളകാണ്, അതുപോലെ ഇത് ഉജ്ജ്വല മുളകാണ്, പിന്നെ ഇത് റോയൽ ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട മുളകാണ്, അതുപോലെ ഇത് പച്ച കാന്താരി, പിന്നെ ഞാൻ പച്ച കാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വിത്തുകൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം നനവുള്ള തുണിയിൽ വാരി വെച്ചിരുന്നാൽ ഒരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് മുള വരും. അങ്ങനെ മുള വന്നതിന് ശേഷം പ്രോട്രേയിൽ പാകി വെച്ച് ഒരു 4 ഇല പരുവം വരെ വളർത്തിയിട്ട് മാറ്റി നട്ടാൽ ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് 2 മാലിമുളകിൻ്റെ തൈയാണേ. അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് നട്ടിട്ട് പോവാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇത് കുമ്മായവും റോക്ക് ഫോസ്ഫേറ്റും കൂടെ ചേർന്ന പൊടിയാണേ. അതൊരു ശകലം ഈ കുഴിക്കകത്തേക്ക് ഇട്ടിട്ട് മൂടുക. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ തൈകൾ നടുന്നത്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 2 എണ്ണം ഇതുപോലെ വെച്ചിട്ട് ഇനി മണ്ണിട്ട് മൂടിക്കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ കുമ്മായ ഇടുവാണെങ്കിൽ ഈ വാട്ടരോഗങ്ങളൊന്നും വരാതിരിക്കും. അതുപോലെ തന്നെ മുരടിപ്പും ഒക്കെ വരാതിരിക്കാൻ നല്ലതാണ്. ഈ നിൽക്കുന്നത് ഒരു പ്രത്യേക ഇനം ചീരയാണേ. ഈ ശീതകാലത്ത് മാത്രം വളരുന്ന ഒരിനം ചീരയാണ്, കെയിൽ ചീര എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇലകളും മുറിച്ചെടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റുന്ന ഒരു ഇനമാണേ. ഇനി വരാൻ പോകുന്നത് ചൂടുകാലമാണ്, ആരും മറക്കണ്ട. അപ്പം നമുക്ക് ചൂടുകാലത്തെ ശരീരം തണുപ്പിക്കാൻ നല്ല സാധനമാണ് സാലഡ് കുക്കുംബർ. ഇത് നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ തന്നെ വിത്തുകൾ പാകി കിളിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്ക് 2 ഇനം സാലഡ് കുക്കുംബറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്നോ വൈറ്റ് കുക്കുംബറും ഇത് സാധാരണ കുക്കുംബറും. ഇത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്തുകളാണ് ഞാൻ പാകി മുളപ്പിച്ചിരിക്കുന്നത്. അപ്പം മുളയ്ക്കുകയില്ല എന്നുള്ള പരാതി വേണ്ട, ഇത് മുളയ്ക്കുകയും ചെയ്യും, നല്ല വിളവും തരുന്നതാണ് സ്നോ വൈറ്റ് കുക്കുംബർ. കുക്കുംബറിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മെസ്സേജ് ഇട്ടേക്കണേ. എല്ലാ കാലത്തും എവിടെയും വളർത്താൻ പറ്റുന്നതാണ് പയർ. അപ്പോൾ ഇത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് 2 ഇനം പയറുകളാണുള്ളത്. നീളത്തിൽ വളരുന്ന പച്ച കളറുള്ള പയറും അതുപോലെ ഇത് ചുവന്ന നിറത്തിലുള്ള പയറുമാണ്. ചുവപ്പെന്ന് പറഞ്ഞാലും നല്ല ഡാർക്ക് റെഡിലാണ് ഉണ്ടാകുന്നത്. നല്ല വിളവ് തന്നെ തരും, ആരും പേടിക്കണ്ട. അതുപോലെ പയറിൻ്റെ വിത്തുകൾ ഇത് ഞാൻ ഇവിടെ എപ്പോഴും വളർത്തുന്ന ഇനം പയർ തന്നെയാണ്. ഇത് ഒരെണ്ണം പോലും മുളയ്ക്കാതിരിക്കത്തില്ല. അപ്പം പയർ നമ്മൾ പ്രത്യേകം ചെയ്യുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പയറുകളുടെ വിത്തുകൾ വെള്ളത്തിനകത്തിടരുത്. എന്നാൽ വള്ളി ബീൻസ് പോലെയുള്ള ബീൻസിൻ്റെ ഇനങ്ങൾ ഏതായാലും 2 മണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിനകത്തിടരുത്, ചീഞ്ഞു പോകും. അങ്ങനെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പയറാണ് ഒരു രാത്രി വരെ ഇട്ടിട്ടും ഞാൻ കിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊരു 6 മണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിലിടണ്ട. അതിനുശേഷം നമ്മൾ വാരി നനവുള്ള തുണിയിൽ കെട്ടിവെച്ചാൽ എല്ലാ വിത്തുകളും മുളച്ചു വരും. അങ്ങനെ മുളച്ചു വന്നതിന് ശേഷം മാത്രം നടുക. വളരെ വേഗത്തിൽ അവർ വളർന്നു കയറിക്കോളും. പിന്നെ ഒരു 4 ഇല പരുവം മുതൽ നമ്മൾ പയറിന് വളം ചെയ്തു തുടങ്ങണം. പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പയർ. മറ്റ് ചെടികളൊക്കെ നട്ടു വളർത്തുമ്പോൾ തക്കാളി നട്ടു വളർത്താൻ മറന്നു പോകല്ലേ. തക്കാളിയുടെ വിത്തുകൾ പാകി വെച്ചാൽ ഒരു 10-25 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ തൈകൾ മാറ്റി നടാനുള്ള പാകത്തിൽ എത്തും. ഞാൻ കാണിക്കാവേ. കണ്ടോ, ഈ പാകത്തിലാകും. ഇത് നമ്മൾ മാറ്റി നട്ട് ചുവട് പിടിച്ച് ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ മുതൽ എന്തെങ്കിലും സ്ലറിയുടെ രൂപത്തിലുള്ള വളങ്ങൾ നമുക്ക് ഇവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജനുവരി മാസത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ചെറിയൊരു തണുപ്പൊക്കെ കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് വളർത്തിയെടുക്കുന്ന തക്കാളിയിൽ ഉണ്ടാകുന്ന കായ്കൾക്ക് പ്രത്യേക രുചിയാണുള്ളത്. തക്കാളിയും കൂടെ നടാവേ. ഇതിനകത്തേക്ക് ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് കുമ്മായവും റോക്ക് ഫോസ്ഫേറ്റും കൂടെ ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നടുന്നത്. അപ്പം ഞാൻ 2 തക്കാളി ഇവിടെ വെക്കുവാണ്. തക്കാളി നമ്മൾ നട്ടുപിടിപ്പിച്ചുണ്ടല്ലോ, കണ്ടമാനം വെള്ളം കൊടുക്കരുത്. കണ്ടമാനം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചുവട് അഴുകി പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പേരിനും മാത്രം വെള്ളമാണ് ഇവർക്കൊക്കെ വേണ്ടത്. ഇതാണ് നമ്മൾ തരുന്ന ചുവന്ന നിറത്തിലുള്ള പയറെന്ന് പറയുന്നത്. പക്ഷേ അത് കണ്ടോ, നല്ല വയലറ്റ് നിറത്തിലുള്ള നീളൻ പയർ തന്നെയാണ് ഉണ്ടാകുന്നത്. എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇത് കാണിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ ഇവിടെ എലി കുറഞ്ഞിട്ടുണ്ട്. എലി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു നിസാരക്കാരനൊന്നുമല്ല കേട്ടോ. ഇതുപോലത്തെ ഓരോ പയറുമണി തിരിഞ്ഞ ഉടനെ അത് കൃത്യമായിട്ട് ആ ഭാഗം കിഴിച്ച് തത്ത എടുക്കുന്ന പോലെ തന്നെ എടുത്തുകൊണ്ട് പോവും. ബാക്കി മുറിച്ചു വിടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തത്തയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഈ എലിയാണ് ഇതിൻ്റെ ശല്യക്കാരൻ. കണ്ടോ? വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ മണിത്തക്കാളി. കണ്ടോ? ഇതേപോലെ കുഞ്ഞായിട്ട് കറുത്ത് വരും.
ഈ കറുത്ത് വരുന്ന അവസരത്തിലാണ് നമുക്കിതിനെ പറിച്ചു തിന്നാൻ പറ്റുന്നത്. അപ്പം തക്കാളി എന്നുള്ള പേര് കേൾക്കുമ്പം തക്കാളിയുടെ വലിപ്പമൊന്നും വിചാരിക്കരുത്. കണ്ടോ, നിറയെ ഉണ്ടാകും. ഇവിടെയൊക്കെ നോക്കി ഇഷ്ടംപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. കണ്ടോ, ഇതൊരു മരുന്ന് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ചീരയില പോലെ തന്നെ ഇതിൻ്റെ ഓരോ ഇലകളും നുള്ളി നമുക്ക് തോരനും വെച്ച് കഴിക്കാം. ഇത് നമ്മളിങ്ങനെ പറിച്ച് അഴോ വെറുതെ തിന്നാം. പല ഇനം പച്ചക്കറികളുണ്ടെങ്കിലും നമുക്കിഷ്ടമുള്ളതും നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജനുവരി മാസം ഏതൊക്കെ പച്ചക്കറി ചെടികളാണ് നടാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് നന്നായി വളരുന്നത് എന്നൊക്കെ അറിഞ്ഞല്ലോ. എന്നൊക്കെ അറിയാൻ മേലെന്ന് ഇനി ആരും പറയത്തില്ലല്ലോ. അതിനൊക്കെയുള്ള വിത്തുകളും തരാം. പെട്ടെന്ന് തന്നെ പോയി കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.